ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. പൊന്മാൻ ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്ത് നമ്മുടെ ബേസിൽ ജോസഫ് പ്രധാന വേഷത്തിലെത്തിയ സിനിമയുണ്ടോ പൊന്മാൻ. ഇത് ഈ സിനിമയുടെ റിവ്യൂ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇതിന്റെ പേരിൽ നിന്ന് തുടങ്ങണം. പൊന്മാൻ ചില അപൂർവ സിനിമകളുടെ ടൈറ്റിലാണ് ഇത്രയും ആപ്റ്റായിട്ട് വരിക. സത്യം. ഈ കൂമൻ അങ്ങനെയായിരുന്നു, അതുപോലെ തന്നെയാണ് ഇതിൽ പൊന്മാൻ. അറിഞ്ഞിട്ട പേര്, അത് കിങ്ഫിഷർ, ആ സാധനമാണ് പൊന്മാൻ. പിന്നെ പൊന്മാൻ, അത് പൊന്നുകൊണ്ടുള്ള മനുഷ്യൻ, ആ ഒരു അർത്ഥത്തിലും ഇതിൽ ആപ്റ്റാണ്. പിന്നെ മറ്റൊന്ന്, അതായത് പൊന്ന്, സ്വർണം, അത് കൊണ്ടു നടക്കുന്ന ഒരു മാൻ, എല്ലാം കൊണ്ട് സെറ്റ്. അങ്ങനെ എല്ലാം ആ മൂന്ന് പേരും അല്ലെങ്കിൽ മൂന്ന് അർത്ഥങ്ങളും ഈ ഒരൊറ്റ പേര് തന്നെ ഉണ്ട്. സത്യം. അത് ആ ക്യാരക്ടറിലും ഉണ്ട്. അത് നമുക്ക് ഈ പൊന്നിന് വേണ്ടിയിട്ടുള്ള, ഈ പൊന്ന് കൊണ്ട് നടക്കുന്ന ഒരാൾ എന്നുള്ളത് നമുക്ക് ആദ്യമേ ഇവർ തന്നിരിക്കുന്ന ഓപ്പൺ ആയിട്ടുള്ള ലെയർ. അതല്ലാതെ ആളുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, വളരെ മികച്ച ക്യാരക്ടറാണ് ഈ ബേസിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ. അത് ശരിക്കും പൊന്നാണ്. ആ പൊന്നിനേക്കാളും വെട്ടം ആ മനുഷ്യനുണ്ട് ശരിക്കും. സത്യമായിട്ടും ഭയങ്കര എന്താ പറയാ, നമ്മള് കഴിഞ്ഞ സിനിമ ബേസിലിന്റെ കണ്ടപ്പോ എന്താ പറയാ, അതായത് നമുക്ക് എന്തോ ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറായിട്ട് അത് ഒരു സുഖമില്ലാതാണ് നമുക്ക് തോന്നിയത്. പക്ഷെ ഇതിലേക്ക് വന്നപ്പോ വീണ്ടും ആ പഴയ ഇഷ്ടമുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് തോന്നിട്ടോ. അടിപൊളി ക്യാരക്ടർ. തിരിച്ചെടുത്തു. എന്തൊരു രസമായിട്ടാ ചെയ്തേക്കണത്. അത് ആ ക്യാരക്ടർ ആള് ചെയ്തിരിക്കുന്നത് ഗംഭീരമായിട്ടാണ്. പിന്നെ അതിൽ ഒരുപാട് വളരെ മികച്ച അഭിനേതാക്കളുണ്ട്. അതിലേക്ക് വരാം. ഈ പൊന്മാൻ, അതായത് കിങ് ഫിഷർ എന്നുള്ള സാധനം ഉണ്ടല്ലോ, ആ സാധനം ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഈ എവിടെയൊക്കെ അങ്ങ് കൂളിട്ടിട്ട് പിന്നെ എവിടെയെങ്കിലും അങ്ങ് പൊങ്ങും എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് ഇതിൽ വ്യക്തമാണ്. അത് ചില സമയങ്ങൾ അത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതെ, ലാസ്റ്റ് ശരിക്ക് മീൻ പിടിക്കുന്ന പൊന്മാനും കൂടിയാണ്. അതെ, ഗംഭീരം. എന്തായാലും അടിപൊളി സിനിമ കേട്ടോ. ഒരു ഇപ്പം വീണ്ടും പറയാം, ഒരു പ്രതീക്ഷയില്ലാതെ പോയ സിനിമയാണ്. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കാറുള്ളൂ. ഒരു പ്രതീക്ഷയില്ലാതെ പോയിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇറങ്ങി പോരാൻ പറ്റുന്നത്. അതായത് ഞങ്ങളുടെ മനസ്സിൽ ഇതൊരു ചെറിയ സിനിമ എന്നുള്ള രീതിയിലാണ്, ചെറിയൊരു കണ്ടന്റ് വെച്ച് ഈ നീട്ടി വലിക്കുന്ന ചില സിനിമകളുണ്ടല്ലോ, നീട്ടിയിട്ടുണ്ടാവും എന്ന് കരുതിയിരുന്നത്. അതുപോലത്തെ സിനിമ ആയിരിക്കുമെന്ന് ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പാടെ തെറ്റിപ്പോയി. കാരണം ഇത് തുടങ്ങിക്കഴിഞ്ഞ അവസാനം വരെ ഗംഭീര സീനുകൾ നിറഞ്ഞ്, അതായത് ശരിക്കും ആവശ്യമില്ലാത്തതൊക്കെ കട്ട് ചെയ്തിട്ട് കറക്റ്റ് 2 മണിക്കൂറിൽ കൊണ്ടുപോയി നിർത്തുക എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് കറക്റ്റ് ആയിരുന്നു സാധനം. പിന്നെ ഇതിന്റെ ഡയലോഗുകൾ എന്ത് രസാന്നറിയോ, അത്രയ്ക്കും നമുക്കിങ്ങനെ കൊള്ളും ഓരോ ഡയലോഗും. അതിങ്ങനെ തുറന്നിങ്ങനെ പറയാം. അത് നല്ല എന്ത് രസമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് അറിയോ. ഇപ്പം ചെയ്ത കാര്യം പറയുമ്പോൾ നമ്മള് ബേസിലിനെ മാത്രം പറഞ്ഞാൽ പോരാ. പിന്നെ സജിൻ ഗോപുവിന്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, ഒരു ആശ്വാസം സത്യമായിട്ടും. അത് ആ സിനിമയിൽ തന്നെ ഒരു സമയത്ത് പറയുന്നുണ്ട് ആ ഒരു ഡയലോഗ്. കൂടുതൽ പറയുന്നില്ല, കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു രക്ഷയില്ലാത്ത ക്യാരക്ടർ കേട്ടോ. പിന്നെ ലിജോ മോൾ ജോസ് ഗംഭീര പെർഫോമൻസ്. ആളുടെ പെർഫോമൻസ് പിന്നെ നമുക്ക് ഒരു സംശയം വെക്കേണ്ട ആവശ്യമില്ല. അമ്പാന്റെ കാര്യത്തിലും ബേസിലിന്റെ കാര്യത്തിലും കഴിഞ്ഞ ഇതിനകത്ത് മാത്രമേ നമുക്കൊരു ഇത് പറ്റിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ബേസിലും പക്കയാണ്. എന്താണെങ്കിലും ജോസ് അടിപൊളി ക്യാരക്ടർ. പിന്നെ ഇവരുടെ ഈ ഒരു ട്രാക്ക് വരുന്നുണ്ട് ഈ ബേസിലിന്റെയും ലിജോയുടെയും. അത് കൺവേ ചെയ്ത രീതി ഉണ്ടല്ലോ, വളരെ മൈന്യൂട്ടായിട്ട്, എന്നാൽ അത് കറക്റ്റായിട്ട് കണക്റ്റായി. ലാസ്റ്റിലേക്കൊക്കെ പക്കയായിരുന്നു. നമുക്ക് അതിനകത്തൊരു കണക്ഷൻ ഇല്ലല്ലോ എന്നുള്ളൊരു തോന്നൽ വരില്ല. അത് നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് സിനിമ കൊണ്ടുപോകണം. ഇവര് മാത്രമല്ല, ദീപക് ഉണ്ട്, ആനന്ദ് മന്മഥനുണ്ട്. ആനന്ദ് മന്മഥനൊക്കെ ക്യാരക്ടർ ഒരു രക്ഷയില്ല കേട്ടോ. തുടക്കത്തില് നമുക്ക് ഈ ചെങ്ങായിയൊക്കെ എന്നൊക്കെ തോന്നിപ്പോയിട്ട് പിന്നീട് അങ്ങോട്ട് അടിപൊളി സാധനം. ശരിക്കും ഒരു നല്ല കിടിലൻ മെസ്സേജ് ആട്ടത്. അതെ, ഈ ലോകത്ത് ഇപ്പോൾ മറ്റുള്ള ഇടങ്ങളിൽ നമുക്ക് അറിഞ്ഞൂടാ, നമുക്ക് മലയാളികളെ കുറിച്ച് പറയാം. കേരളത്തിൽ എന്തായാലും ഇതിപ്പോൾ കൊല്ലം ജില്ലയിലാണ് ഇത് നടക്കുന്നത്. കുറച്ചും കൂടി കണക്ട് ആവാൻ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തായിരിക്കാം, മേ ബി. ഇത് കൊല്ലം എന്നുള്ളതൊന്നല്ല, ഏത് വിദ്യാഭ്യാസം ഉള്ളവരായാലും വിദ്യാഭ്യാസം ഇല്ലാത്തവരായാലും ഇവിടെ പ്രശ്നം പൊന്നൊരു വലിയ പ്രശ്നം തന്നെയാണ്. അത് കുറെ സമ്പത്തുള്ളവരാണെങ്കിലും ഒന്നും ഇല്ലാത്തവരാണെങ്കിലും ഒരു പെണ്ണിനെ കെട്ടിച്ചു വിടുമ്പോൾ അവര് എന്താ പറയാ, അതിനു വേണ്ടിയിട്ട് കുറെ സ്വർണം അവിടുന്ന് ഇവിടുന്നും കടം മേടിച്ചിട്ടും ഒക്കെയാണ് ചെയ്യുന്നത്. അത് മറ്റുള്ളവരുടെ മുന്നിൽ ആർഭാടം കാണിക്കാനാണോ എന്തിനാണെങ്കിലും ഒന്നെങ്കിൽ സ്ട്രഗ്ലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് വലിയ നമ്മുടെ പൊങ്ങച്ചം കാണിക്കാനുള്ള നമ്മുടെ ഒരു വലിപ്പം കാണിക്കാനുള്ള സാധനമായിരിക്കാം. എപ്പോഴും പൊന്നാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ആ സാധനം വളരെ കൃത്യമായിട്ട് ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്,
ഇനിയിപ്പോൾ ആരെങ്കിലും പറയുന്നുണ്ട് ഓ ഇത് നമ്മളൊക്കെ ഒരുപാട് പുരോഗമന ചിന്താഗതിക്കാരാണ്, പൊന്നിലേക്ക് നമ്മളൊന്നും അങ്ങനെ ചിന്തിക്കുന്നില്ല എന്ന് കരുതിയെന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക്, അതായത് ആ ചിന്തിക്കുന്ന ആളുടെ കുടുംബത്തിലേക്ക് ഒന്ന് ചിന്തിക്കുക. അപ്പൊ മനസ്സിലാവും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ അല്ലെങ്കിൽ മറ്റു രീതിയിലെങ്കിലും ഉണ്ടാവും. പിന്നെ എല്ലാ വീടുകളിലും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതില് അവസാനം തരുന്ന ഒരു മെസ്സേജ് അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ശരിക്കും ആ സമയത്ത് ഈ സിനിമക്ക് കുറച്ചുകൂടെ വെട്ടം കൂടി. അതെ, അപ്പോഴാണ് സിനിമ എന്താ സാധനം, അത്ര ഗംഭീരമായിട്ടുള്ളൊരു സിനിമ. എന്തായാലും ഈ സിനിമ സംഭവിച്ചിരിക്കുന്നത് ഒരു നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇന്ദുഗോപൻ എഴുതിയിരിക്കുന്ന ഒരു നോവലുണ്ട്, 4 ചെറുപ്പക്കാർ. ആ നോവലാണ് ഈ സിനിമ ആക്കിയിരിക്കുന്നത്. ഇതിൽ ഡയലോഗും ഇതിന്റെ കഥയും എഴുതിയിരിക്കുന്നത് ഇന്ദുഗോപനാണ്. സ്ക്രിപ്റ്റില് ഇന്ദുഗോപന്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്, ജസ്റ്റിൻ മാത്യു. ഞാനും വിചാരിച്ചു ജസ്റ്റിൻ വർഗീസ് ആണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഡയറക്ട് ചെയ്തിരിക്കുന്ന ജ്യോതിഷ് ശങ്കറാണ്. എന്താണെങ്കിലും പിന്നെ എന്താ പറയാ, ഇപ്പൊ ബിജിഎമ്മിന്റെ കാര്യം പറഞ്ഞപ്പോ പറയണം, നല്ല ഗംഭീരമായിട്ടുള്ള സാധനം. സിനിമയ്ക്ക് എന്താണോ കൊടുക്കേണ്ടത് അത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒരു സോങ് ഉണ്ട്, അത് നല്ല രസമായിട്ടുള്ള സോങ്ങും. എന്തായാലും ഇത് ഈ കഥ കൊണ്ടുപോയി വെച്ചിരിക്കുന്ന ഈ പശ്ചാത്തലം ഉണ്ടല്ലോ, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ഈ കുമ്പളങ്ങി നൈറ്റ്സ് കണ്ടപ്പോഴാണ് വൈബ് കിട്ടിയുള്ളത്. ആ ഒരു വൈബ് നമുക്ക് മൊത്തത്തിൽ കിട്ടുന്നുണ്ട്. പിന്നെ കഥാപാത്രങ്ങളുടെ വൈവിധ്യം, ഓരോ കഥാപാത്രങ്ങളും ഇപ്പം ചില സിനിമ കാണുമ്പോൾ എല്ലാവരും ഒരുപോലെ പെരുമാറും, ഒരുപോലത്തെ രീതിയിലുള്ള ക്യാരക്ടറുകളായിരിക്കും. ഇതിലങ്ങനെയല്ല, ഓരോരുത്തരും ഓരോ ക്യാരക്ടറുകളാണ്. ഇതിനകത്ത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ബേസിലിന്റെ ക്യാരക്ടർ, സജിന്റെ ക്യാരക്ടർ, ലിജോ ജോസ് ആളുടെ ക്യാരക്ടർ, പിന്നെ ദീപക്, ആനന്ദ്, ഇങ്ങനെ ഇവരുടെ അമ്മമാര്, കഥാപാത്രം ചെയ്തവര്, ഇവർക്കൊക്കെ ഉള്ള ക്യാരക്ടർ ഇവര് ബെസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത്ര ഗംഭീരാക്കിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. ഈ പൊന്നിനോട് തോന്നുന്ന സമയങ്ങളിൽ ആ പൊന്ന് വേറെ രീതിയിൽ ചിന്തിപ്പിക്കുമെന്ന് കാണിച്ചിരുന്ന സംഭവം ഉണ്ട്. സത്യം. ഇതിന്റെ നെഗറ്റീവ് ഷെയ്ഡൊക്കെ വേറെ ലെവലിൽ കാണിക്കുന്നുണ്ട്, നമുക്ക് തന്നെ ദേഷ്യം തോന്നുന്ന രീതിയിൽ. അതെ, ശരിക്കും. അതായത് സാധാരണക്കാരായിട്ട് എന്താ അങ്ങനെ പെട്ടുപോകുന്ന സമയത്ത് ചിന്തിക്കുന്നതാണ്. അതെ, സത്യം. അപ്പോൾ അതൊക്കെ ശരിയായ രീതിയിൽ വരച്ചിട്ടുണ്ട് ഈ സിനിമ. അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എന്താണെങ്കിലും മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം കേട്ടോ ഈ സിനിമ. അത് അത്രയ്ക്കും അടിപൊളിയാണ്. പിന്നെ ഒരുപാട് സമയമൊന്നുമില്ല, നമ്മളെ ഒരുപാട് സമയം കളയുന്ന അങ്ങനത്തെ സംഭവമൊന്നുമില്ല. 2 മണിക്കൂറുള്ളൂ. സമയം കളയുന്ന ഒരു സാധനമുണ്ട്, വലിച്ചു നീട്ടിയിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു 2 മണിക്കൂറിലേക്കുള്ള ഒരു എത്തിക്കലാണോ എന്നൊരു സംശയമുണ്ട്. അതായത് മൊത്തം സിനിമ 2 മണിക്കൂർ വേണമല്ലോ, അല്ലെങ്കിൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് അടിക്കാറുണ്ട് സാധാരണ ജനങ്ങൾക്ക്. അത് ഒരു മോശം സിനിമയായിരിക്കും എപ്പോഴും സമയം കുറച്ച് വരുന്നതെന്നുള്ളൊരിതുണ്ട്, അങ്ങനെ ചിന്ത ഉണ്ട്. അതുകൊണ്ട് തന്നെ ടൈറ്റില് കുറച്ച് നീട്ടി വലിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഈ പൊന്മാനിലേക്ക് എത്താൻ നമ്മൾ കുറച്ചു നേരം കാത്തിരിക്കണം. അതാണ് അതിന്റെ ഒരു പ്രശ്നം. പൊന്മാൻ കൂളിയിട്ടത് ശരിക്കും അങ്ങനെയൊക്കെ ടൈറ്റിൽ നിങ്ങൾക്ക് കാണിക്കാറുണ്ടോ? എന്ത് രസമായിരുന്നു. പൊന്മാൻ കൂളിയിട്ടിട്ട് എവിടെ പോകുന്നതെന്ന് കാണുന്നില്ല, അവിടെ പോകും. ഇതൊന്നും ഇല്ലാതെ തന്നെ ഇത്ര രസം. അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യണമായിരുന്നു, ഒന്നുകൂടി അടിപൊളി ആയേനെ. പൊന്മാനെ കാണിച്ച് ഒരു പൊന്മാൻ സാധാരണ പോലെ അങ്ങനെ തന്നെ ടൈറ്റിലിംഗ് അല്ലേ, എന്ത് രസമായിരിക്കും. ഇത് വീണ്ടും ജനപ്രിയ നായകനിലേക്കുള്ള കയറ്റമാണ് ബേസിന്റെ. ഇപ്പൊ കഴിഞ്ഞ സിനിമയിൽ അത് വന്നിട്ടില്ലെങ്കിൽ ഈ സിനിമയിൽ ആള് തിരിച്ചു പിടിക്കും, ആ ട്രാക്കിലേക്ക് തിരിച്ചെത്തി. ഇല്ല, തീർച്ചയായിട്ടും അത്ര അടിപൊളി ക്യാരക്ടർ. നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും ആളോട്, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. എന്താണെങ്കിലും തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാം, കണ്ടിട്ട് സിനിമയുടെ അഭിപ്രായങ്ങൾ പറയാം. നമ്മുടെ റേറ്റിംഗ് സംഭവം ഭയങ്കരമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ഓരോ സമയങ്ങളിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. ചില ഡയലോഗ്സ്, ചില സീനുകൾ, ഇവര് പ്ലേസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട് ഈ സിനിമയിൽ. എന്തായാലും 7.5 ഔട്ട് ഓഫ് 10 ഇതാണ് നമ്മുടെ റേറ്റിംഗ്. ഇപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഒന്നും തോന്നുന്നില്ല, നിങ്ങൾക്ക് ഇത്രേ ഉള്ളോ, അങ്ങനെ പലപ്പോഴും ചോദിക്കാറുണ്ട് പലരും. അങ്ങനെയല്ല, സിനിമയുടെ വലുപ്പം, സിനിമ എന്താ ചെയ്തിരിക്കുന്ന രീതി, ഇതൊക്കെ വെച്ചിട്ടും പല കാര്യങ്ങൾ ഇതിന്റെ റേറ്റിംഗ്സിനെ ബാധിക്കും. അതുകൊണ്ടാണ് ഇതൊക്കെ കുറച്ച് കുറയുന്നത്. അല്ലാതെ നെഗറ്റീവ് ഒന്നും ഇല്ലെങ്കിൽ 10ൽ 10 അങ്ങനെയല്ല, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നെഗറ്റീവ് ഇല്ലെങ്കിലും 10ൽ 10 ഒന്നും നമ്മൾ അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. 10ൽ 9 വരെയൊക്കെ എത്തിയിട്ടുണ്ട്. 10ൽ 10 കൊടുത്തിട്ടുണ്ട്. ഇപ്പോ നമ്മൾ ഉദാഹരണം പറയാം, മാർക്കോ റൈഫിൾ ക്ലബ്ബ്. ഇത് രണ്ടും ശരിക്കും കട്ടക്ക് നിൽക്കുന്ന ഒരേ രീതിയിലുള്ള സാധനമാണ്. പക്ഷെ സ്ക്രിപ്റ്റ് വൈസ് നോക്കുമ്പോൾ മാർക്കോ കുറച്ച് താഴെ പോകുന്നുണ്ട്, പക്ഷെ അതിന്റെ വലുപ്പം വലുതാ, അത് ചെയ്തു വെച്ചിരിക്കുന്ന രീതി. റൈഫിൾ ക്ലബ്ബ് ഒരു ചെറിയ സിനിമയായി മാറി നിൽക്കും അതിന്റെ മുമ്പിൽ. അതിന്റെ ഒരു മാറ്റം വരുന്നുണ്ട്. അങ്ങനെയുള്ള മാറ്റങ്ങൾ എപ്പോഴും ഈ റേറ്റിംഗിനെ ബാധിക്കും. എന്താണെങ്കിലും പോയി കാണുക, അല്ലാണ്ട് കൂടുതൽ ഒന്നും പറയാനില്ല. പോയി കാണാൻ എൻജോയ് ചെയ്യുക, സാറ്റിസ്ഫാക്ഷൻ കിട്ടും നന്നായിട്ട്. അത് നമ്മുടെ ഉറപ്പാ. പോയി ധൈര്യമായിട്ട് പോയിക്കോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.